അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബറാഅത്ത് രാവ്, മോചനത്തിൻ്റെ രാവ് എന്നാണ് ആ പദത്തിനർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ദുഖാൻ ഫീ ലൈലത്തി മുബാറക്ക എന്ന പ്രയോഗം, അത് പവിത്രമായ രാവിനെ സൂചിപ്പിച്ചത് ബറാഅത്ത് രാവാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. ബറാഅത്ത് രാവിലെ അള്ളാഹു നരകമോചനം നൽകുന്ന ആളുകളുടെ കണക്ക് കൽബ് ഗോത്രത്തിലെ എത്രയോ വരുന്ന ആടുകളുടെ ശരീരത്തിലുള്ള രോമങ്ങളോടാണ് മുത്തുനബി സൂചിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാവ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ, റഹ്മത്തിനെ ചോദിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ, ഒരു നല്ല അടിമയാകാൻ നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ ഉപയോഗിക്കണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 5 രാവുകളിലെ ദുആക്ക് ഉത്തരം ഉറപ്പാണ് എന്ന് വിശദീകരിച്ചതിൽ ഒരു രാവ് ബറാഅത്തിൻ്റെ രാവാണ്. ഈ രാവിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു വർഷം സംഭവിക്കാനുള്ള മുഴുവൻ സംഭവങ്ങളെയും നിർണയിച്ച് അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശിഷ്ടമായ രാവാണ്. നമ്മുടെ പൂർവികന്മാർ മഗ്‌രിബിനു ശേഷം 3 യാസീൻ ഓതുകയും ഓരോ യാസീനും അത് ഓരോ നീയത്തിലാവുകയും ചെയ്യുക എന്നത് അവർ പഠിപ്പിച്ചു തന്ന മാതൃകയാണ്. സൂറത്തു ദുഖാനും അതിനുശേഷം അന്നേ രാവിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളും നമുക്കൊക്കെ നമ്മുടെ മൊബൈലുകളിൽ, നമ്മുടെ വാട്സപ്പുകളിൽ, നമ്മുടെ സംവിധാനങ്ങളിലൂടെ ചൊല്ലേണ്ടുന്നത് പരക്കെ നമ്മളത് കാണുന്നുണ്ടാകും, അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അവകളൊക്കെ കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കണം, എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? ഞാൻ ലഹരി ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് മാതാപിതാക്കളോട് വല്ല നീരസവും വെറുപ്പുമുണ്ടോ? കുടുംബ ബന്ധത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തോട് അകൽച്ച എനിക്കുണ്ടോ? ഞെരിയാണിക്കു താഴെ വസ്ത്രം വലിച്ചഴച്ച് നടക്കുന്ന ആൺകുട്ടിയോ ആണോ ഞാൻ? ഇത്തരം സ്വഭാവങ്ങളുള്ളവരിലേക്ക് ഈ രാവിൽ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുണ്ട്. ബറാഅത്തിൻ്റെ ദിനത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. അത്രയും പവിത്രമായി രാവിൽ ചെയ്തു പോയ തെറ്റുകളെ പൊറുപ്പിക്കാനും ഒരു നല്ല മുഅ്മിനായി മാറാനുമുള്ള വലിയ അവസരമാണ്. കൂടുതൽ ദിക്റുകൾ ചൊല്ലി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് ഇലാഹി ബോധ്യം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല അടിമയായി മാറാനും ഒരു നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുടുംബാംഗങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബറാഅത്തിൻ്റെ പവിത്രത ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.